നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചാനലിലേക്ക് സ്വാഗതം. ക്ഷേത്ര പ്രദക്ഷിണം വലതുവശത്ത് കൂടിയോ ഇടതുവശത്ത് കൂടിയോ നടത്തേണ്ടതെന്നാണ് ഇന്നത്തെ വിഷയം. ദേവന് വലതുഭാഗത്തേക്ക് ആദ്യം പോകുന്ന തരത്തിലുള്ള ഒരു വർത്തുള ചലനമാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രത്യേക അർത്ഥമുണ്ട്. പ്ര എന്ന ശബ്ദം എല്ലാ ഭാഗത്തെയും ദൂരീകരിച്ച് മനസ്സിലെ ശാന്തി ഉണ്ടാക്കുന്നു. മോക്ഷം പ്രദാനം ചെയ്യുന്ന ശബ്ദമാണ് ദ. ഷി എന്ന ശബ്ദം ചെയ്തു പോയ സകല പാപങ്ങളെയും രോഗങ്ങളെയും കഴുകിക്കളയുന്നു. ന എന്ന ശബ്ദം എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. കുളിച്ച് ഭസ്മധാരണം നടത്തി ശുഭ്രവസ്ത്രമോ മുക്കിയെടുത്ത വസ്ത്രമോ ധരിച്ച് അതാത് ദേവൻ്റെ നാമോച്ചാരണത്തോടെ ക്ഷേത്രഗോപുരത്തിൽ എത്തുന്ന ഭക്തൻ ദേവൻ്റെ പാദമായ ഗോപുരത്തെ ബന്ധിച്ച് ഉള്ളിൽ കടക്കണം. വലിയ ബലിക്കല്ലിന് അടുത്തെത്തിയ ശേഷം ദേവനെ സ്മരിച്ച് തൊഴുത ദേവനെ വലത്താക്കിക്കൊണ്ട് നാലമ്പലത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ കൂടി പ്രദക്ഷിണം വയ്ക്കണം. ഈ അവസരത്തിൽ പ്രധാന ദേവന് പുറത്തുകൂടി ചെയ്യുന്ന പ്രദക്ഷിണത്തിൻ്റെ 3 ഇരട്ടി ഫലം കിട്ടുന്നതാണ്. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുകൂടി പ്രദക്ഷിണം വെച്ചാൽ 4 ഇരട്ടിയും മൈതാനത്തെ പ്രദക്ഷിണം വെച്ചാൽ 5 ഇരട്ടിയും ഫലം ലഭിക്കുമെന്ന് പറയുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് ചുറ്റുമായാൽ 100 ഇരട്ടിയും ഫലം കിട്ടും. പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ബലിക്കല്ലിൻ്റെ ഇടതുവശത്ത് വന്ന് തൊഴുത് വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. പ്രദക്ഷിണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത 4 അംഗങ്ങളുണ്ട്. ഓരോ കാലടി ചേർത്ത് വെച്ച് നീളം അളക്കുന്ന മാതിരി നടക്കുക. കൈകൾ ചലിപ്പിക്കാതെ ഒരു താമരപൊട്ട് പോലെ മാറോട് ചേർത്ത് വെച്ച് തൊഴുക. വാക്കുകൾ കൊണ്ട് ദേവനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ദേവനെ ധ്യാനിക്കുക എന്നിവയാണവ. രാവണയെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് രോഗശമനവും, ഉച്ചയ്ക്ക് ചെയ്യുന്നവർക്ക് സർവാഭീഷ്ടസിദ്ധിയും, വൈകുന്നേരം ചെയ്യുന്നവർക്ക് സർവ്വപാപപരിഹാരവും, അർദ്ധരാത്രി ചെയ്യുന്നവർക്ക് മോക്ഷവും കൈവരുന്നു. പ്രദക്ഷിണവേളയിലെല്ലാം ദേവൻ നമ്മുടെ വലതുവശത്തായിരിക്കും. നാം ജന്മാന്തരങ്ങളിലായി ചെയ്തു പോന്നിട്ടുള്ള എല്ലാ പാപങ്ങളും പ്രദക്ഷിണത്തിൻ്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും നശിച്ചുകൊണ്ടേയിരിക്കും. പ്രദക്ഷിണം കഴിഞ്ഞ് നടയിൽ വന്ന് കൈകൾ കൂപ്പിത്തൊഴണം. നടയ്ക്കു നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് ഏതാണ്ട് 30 ഡിഗ്രി ചെരിഞ്ഞ് നിന്നാണ് തൊഴേണ്ടത്. സാഷ്ടാംഗ പ്രണാമം. പ്രദക്ഷിണത്തിനും ദിവ്യദർശനത്തിന് ശേഷമാണ് നമസ്കാരം. ഭക്തൻ നാലമ്പലത്തിൻ്റെ പുറത്തെ വലിയ ബലിക്കല്ലിന് സമീപം വന്ന് സർവസ്വവും ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന ഭാവേന നമസ്കരിക്കണം. പുരുഷന്മാർക്ക് നീണ്ടു നിവർന്ന നമസ്കാരവും സാഷ്ടാംഗ നമസ്കാരവും ആകാം. സാഷ്ടാംഗ നമസ്കാരമാണ് ഏറ്റവും ഉത്തമം. മാറിടം, നെറ്റി, വാക്ക്, മനസ്സ്, അഞ്ജലി, തൊഴുകൈ, കണ്ണ്, കാൽമുട്ടുകൾ, കാലടികൾ എന്നിവയാണ് 8 അംഗങ്ങൾ. നമസ്കരിച്ച് കിടക്കുന്ന സമയത്ത് കാലടികൾ, കാൽമുട്ടുകൾ, മാറ്, നെറ്റി എന്നീ 4 സ്ഥാനങ്ങൾ മാത്രമേ നിലത്ത് മുട്ടാൻ പാടുള്ളൂ. അങ്ങനെ കിടന്നുകൊണ്ട് കൈകൾ തലയ്ക്ക് മീതെ നീട്ടി തൊഴുന്നു.